ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ മാനസ് മാത്യു. ഞാൻ ഓമലൂർ മർത്തോമ ഇടവാംഗവും മലയാളപ്പുഴ സെൻറ് തോമസ് മർത്തോമ സൺഡേ സ്കൂൾ യുവോപ്പ് വിദ്യാർത്ഥിയുമാണ്. ഇന്നേ ദിവസക്കാലം എനിക്ക് നിങ്ങളുമായി ദൂത് പങ്കുവയ്ക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന CSM പ്രവർത്തകരോടുമുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ഇന്നീ ദിവസക്കാലം നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചോർത്ത് നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന ദൈവമേ, അനേക ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ഈ സന്ദർഭത്തിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഭാഗ്യാവസ്ഥ തന്നുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഇന്നത്തെ വചനം ഞങ്ങൾക്ക് ഫലകരമായി തീരുവാൻ നീ സഹായിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. നിൻ്റെ വഴികളിൽ നടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഞാൻ ഞങ്ങൾക്ക് നൽകുവാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ലഘു ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 17-ാമത്തെ വാക്യം ഞാൻ കുറിവാക്യമായി എടുത്തുകൊള്ളുന്നു. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതിൽ പറയുന്നത് ഭൂമിയുടെയും മനുഷ്യൻ്റെയും മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിയെക്കുറിച്ചാണ്. ദൈവം 6 ദിവസം കൊണ്ടാണ് ദൈവം ഇവയെല്ലാം സൃഷ്ടിക്കുന്നത്. 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായിരിക്കുന്നു. അതുപോലെ 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ 7-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ആദിമ മനുഷ്യനായ ആദമിൻ്റെ 1-ാമത്തെ ദിവസമാകുന്നു. ദൈവം 7-ാം ദിവസം വിശ്രമിക്കുമ്പോൾ ആദം 1-ാമത്തെ ദിവസം തുടങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം നാം ദൈവത്തോട് ചേർന്നിരിക്കണം. അതിനെ നമ്മൾ വിശുദ്ധ ദിവസമായി വേർതിരിച്ച് കണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത് നാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദൈവാരാധനയ്ക്കും ദൈവ ശുശ്രൂഷയ്ക്കുമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് പിന്നിലാണ്. നമ്മളതെല്ലാം മാറ്റി വെക്കുവാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ജീവിതത്തിലെ ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങൾ നാം ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നാം പ്രത്യേക ദിവസമായി നമ്മൾ ഞായറാഴ്ചകളെ വേർതിരിച്ച് കാണുന്നു. അപ്പോൾ ആ ദിവസത്തെ വിശുദ്ധമായി നമ്മൾ കണ്ട് ദൈവാരാധനയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ട്യൂഷന് പോവുകയും മറ്റ് വിനോദ പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെയെല്ലാം ദൈവത്തിലേക്ക് ചേർത്ത് വരുത്തുവാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവാരാധനയ്ക്ക് നാം ഒന്നാമതായി പ്രാധാന്യം നൽകണം. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നമുക്ക് 8-ാമത്തെ വാക്യം നോക്കുമ്പോൾ കാണാം, യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ ദൈവം മനുഷ്യന് ഒരുപാട് നന്മകൾ നൽകുന്നുണ്ട്. അത് മനുഷ്യൻ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടാക്കുമ്പോൾ ദൈവം എന്തെല്ലാം മനുഷ്യന് നൽകുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 8-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം സ്ഥലം. നമുക്കവിടെ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ളൊരു പാർപ്പിടം ദൈവം ആദ്യം തന്നെ മനുഷ്യന് നൽകുന്നു. പിന്നീട് 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മനുഷ്യന് ആഹാരം നൽകുന്നതായി കാണാം. അപ്പോൾ പാർപ്പിടം, ആഹാരം എന്നിവയെല്ലാം പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ്, അടിസ്ഥാന ആവശ്യങ്ങളാണ്. അപ്പോൾ അവയെല്ലാം നാം ചോദിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ അധ്യായം നാം ശ്രദ്ധിക്കുമ്പോഴും അവിടെ ദൈവം അധികാരം നൽകുന്നതായി നമുക്ക് കാണാം. ഇവിടെ കാണാം എല്ലാ ജീവജാലങ്ങളുടെ മേളിലും ദൈവം മനുഷ്യന് അധികാരവും പവറും നൽകുന്നു. ആ അധികാരത്തെയെല്ലാം മനുഷ്യൻ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് അതിനെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് കാണാം. ദൈവം നമുക്ക് തന്ന പ്രകൃതി ഒരു വരദാനമാണ്. അവയെല്ലാം നാം കാത്തു സൂക്ഷിക്കാൻ എന്നൊരു ദൗത്യവും അധികാരവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവയിൽ നമുക്ക് എത്രമാത്രം കുറ്റബോധമുണ്ട് എന്നതും നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ജോലി നൽകുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ നമുക്ക് വളരെ പാടാണ്. അപ്പോൾ നമുക്ക് ആദിമ മനുഷ്യനെ തന്നെ ദൈവം ഒരു ജോലി നൽകുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലെല്ലാം നമുക്കതിവിടെ അവർക്ക് ഉപകാരപ്രദമായി വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും നമുക്ക് സാധിക്കണം. 22-ാമത്തെ വാക്യത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതുപോലെ 18-ാമത്തെ വാക്യത്തിലും അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല,
ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്യുന്നു. ഈ 2 വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം ദൈവം നമുക്ക് തന്നൊരു മഹത്തായ ഒരു വരദാനമാണ് കുടുംബം. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ കുടുംബവും ഛിന്നം ഛിന്നമായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ദൈവം നമുക്ക് വരദാനമായി തന്ന കുടുംബം, അത് നാം ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയാണ് നമുക്കൊരു കുടുംബത്തെ നൽകുന്നത്. ഒരു വിവാഹം നടക്കുന്നതും ഒരു കുടുംബം വളർന്നു വരുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ വിവാഹ സമയത്ത് നമ്മൾ പറയും ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതെന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് അവ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവയെല്ലാം മനുഷ്യൻ്റെ സുഖവാസത്തിന് ദൈവം നൽകിയ വരദാനങ്ങളാണ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം ദൈവം നമുക്ക് നൽകുമ്പോഴും ദൈവം ഒരു കാര്യം പ്രത്യേകം നമുക്ക് നൽകുന്നു, അതാണ് കൽപ്പനകൾ. നമുക്ക് അറിയാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യന് ഒരു കൽപ്പന നൽകുന്നുണ്ട്, ഇവയ്ക്കെല്ലാം എല്ലാ ജന്തുജാലങ്ങൾക്കും പേരിടുവാൻ. അതുപോലെ ഓരോരോ കൽപ്പനകൾ ദൈവം മനുഷ്യന് നൽകുന്നതായി നമുക്ക് കാണാം. അവ കൽപ്പിക്കുകയാണ്, നിർദ്ദേശങ്ങളല്ല. അവയെല്ലാം പാലിക്കപ്പെടേണ്ടതാണ്. ഇന്ന് നാം എത്രമാത്രം ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെടുന്നു, അതിനനുസരിച്ചാണോ ജീവിക്കുന്നു എന്ന് നമുക്ക് ശോധന ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നമുക്കറിയാം 17-ാമത്തെ വാക്യത്തിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം നമ്മളോട് കൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ അത് തെറ്റ് ചെയ്തു, ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്തും ദൈവം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ചെയ്യരുത് എന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന എത്ര കൽപ്പനകൾ നമ്മൾ പാലിക്കപ്പെടുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പം നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഒരു അവബോധമുള്ള മനസ്സാണ് മനുഷ്യ മനസ്സ്. അവയെ നാം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും വരദാനങ്ങൾ തന്ന ദാതാവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം. നാം ചോദിക്കാതെ തന്നെ ദൈവം നമുക്ക് എന്തെല്ലാം വരദാനങ്ങൾ നൽകുന്നു, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നു, ഇവയ്ക്കെല്ലാം നമുക്ക് ദൈവത്തിന് എങ്ങനെ മറുപടി നൽകാം, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കണം. അപ്പോൾ നന്മ തിന്മകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമ്മളോടുള്ള പദ്ധതി മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.